സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന സിനിമകളിൽ ഒന്നാണ് തുടക്കം. അതിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ ലാലേട്ടൻ്റെ മകൾ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം എന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഒരു കലാകാരൻ്റെ അല്ലെ കലാകാരിയുടെ ആദ്യ ചുവടുവെപ്പിനെ വർഷങ്ങളുടെ അനുഭവമുള്ള നടന്മാരുമായിട്ടോ നടിമാരുമായിട്ടോ താരതമ്യം ചെയ്യുന്നത് ശരിയാണ്. ലാലേട്ടൻ്റെ മകളല്ലേ, അച്ഛനെപ്പോലെ തന്നെ അഭിനയിക്കണം എന്ന് പറയുന്നത് കേൾക്കാൻ എളുപ്പമാണ്. പക്ഷേ അഭിനയം എന്നത് ഒരു ദിവസം കൊണ്ട് പഠിച്ച് പൂർണ്ണതയിലെത്തുന്ന കാര്യമല്ല. അത് അനുഭവങ്ങളിലൂടെയും തെറ്റുകളിലൂടെയും പരിശ്രമത്തിലൂടെയും വളരുന്ന ഒരു യാത്രയാണ്. ലോക സിനിമയിൽ തന്നെ നോക്കിയാൽ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന പല താരങ്ങളുടെയും ആദ്യ സിനിമയ്ക്ക് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. വിമർശനം തെറ്റല്ല, പക്ഷേ അത് വ്യക്തിയെ തകർക്കാനല്ല, വളരാൻ സഹായിക്കുന്നതാകണം. ഇത് പോരാ എന്ന് പറയുന്നതിന് പകരം ഇനി കൂടുതൽ നന്നാക്കാം എന്ന് പറയാൻ കഴിയുന്ന പ്രേക്ഷകരാണ് ഒരു കലാകാരൻ്റെ ആത്മവിശ്വാസം കൂട്ടുന്നത്. ഒരു സിനിമ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. കഥ, തിരക്കഥ, സംവിധാനം, സംഗീതം, എഡിറ്റിംഗ്, മറ്റ് അഭിനേതാക്കളുടെ പ്രകടനം, ഇതെല്ലാം ചേർന്നതാണ് ഒരു സിനിമ. തുടക്കം മൂവിയിലെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ട് വിസ്മയ മോഹൻലാലിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലാലേട്ടൻ്റെ മോളായതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഒരിക്കലുമല്ല. ആക്ച്വലി ഞാനൊരു ലാലേട്ടൻ്റെ ഫാനാണ്. എങ്കിൽ പോലും പുതുമുഖങ്ങളല്ലേ, അവരും ഇറങ്ങട്ടെ. പഴയ ആൾക്കാർ മാത്രം പോരല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നല്ല മഴയൊക്കെയാണ്, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.